പൂജകൾ. ഇവിടെ സുപ്രഭാതം ആരംഭിക്കുന്നത് 3 മണിക്ക് ശേഷം തന്നെയാണ്. പ്രഭാതത്തിലുള്ള 9 പ്രാവശ്യത്തെ ശംഖുവിളിയെ തുടർന്ന് നട തുറന്നാൽ പതിവനുസരിച്ചുള്ള അഭിഷേകങ്ങൾ നടത്തുന്നു. പണ്ട് ഈ ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തുള്ള ആറാട്ടു കടവ് നിന്നാണ് ചെമ്പുകുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഭഗവാനെ ആദ്യമായിട്ട് അഭിഷേകം ചെയ്യാറ്. അതിന് ശേഷം കരിക്ക് അഭിഷേകം ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ദേവന്. ഇളനീരാട്ടം കഴിഞ്ഞ് ജലാഭിഷേകങ്ങളും ശംഖാഭിഷേകങ്ങളും മറ്റും അതോടുകൂടി ചേരുന്ന പൂജകളും കഴിഞ്ഞ് മലർ നിവേദ്യം നടത്തി പ്രഭാത പൂജ എന്ന് പറയുന്ന ഉഷപൂജാദികളെല്ലാം കഴിച്ച് ഏകദേശം സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിലെന്ന പോലെ നടത്തുന്നതായിട്ടുള്ള പൂജകളും എല്ലാം കഴിഞ്ഞ് ഉച്ചപൂജ കഴിഞ്ഞ് ഏകദേശം 10 മണിയോടുകൂടി നട അടയ്ക്കുന്നു. ഉച്ചതിരിഞ്ഞ് 4:30 കഴിഞ്ഞിട്ട് 4:30 ശേഷം വന്നാണ് ഉച്ചതിരിഞ്ഞ് നട തുറക്കുന്നത്. ഉച്ചതിരിഞ്ഞ് വന്ന് ഇതേമാതിരി തന്നെയുള്ള പൂജാദികളും എല്ലാം ഭഗവാനെ വളരെ മനോഹരമായി ചന്ദനം ചാർത്തിക്കൊണ്ട് അലങ്കരിച്ചും ഗോളക വെച്ച് അലങ്കരിച്ചും പൂജ നടത്തുന്നു. ഇതേമാതിരി അത്താഴപൂജ തുടർന്നുള്ള മറ്റ് ഭക്തജനങ്ങൾ കൊണ്ടുകൊടുക്കുന്നതായിട്ടുള്ള നിവേദ്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നിവേദ്യം കൊടുത്തതിന് ശേഷം ഉദ്ദേശം 9 മണിയോടുകൂടി നട അടയ്ക്കുന്നു. സാത്വിക പ്രധാനങ്ങളായ തുളസി, ചെത്തി, നന്ദ്യാർവട്ടം എന്നിവയാണ് ഇവിടെ തുടങ്ങിയതായ പൂജകൾ. സാത്വിക പുഷ്പങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഇവിടുത്തെ തന്ത്രി പെരുവനത്ത് കുന്നത്തൂര് പടിഞ്ഞാറ് മനയ്ക്കൽ തന്ത്രിമാരാണ്, നമ്പൂതിരിമാരാണ് ഇവിടുത്തെ തന്ത്രിയായി വരുന്നത്. പണ്ടുകാലം മുതൽക്ക് തന്നെ അവർക്ക് തന്നെയാണ് താന്ത്രിത്വം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ തലമുറ കൈമാറിയാണ് ഇവിടെ തന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായും ഭക്തിയോടും ത്യാഗമനസ്ഥിതിയോടും ഭഗവാനിലുള്ള നിറഞ്ഞ വിശ്വാസത്തോടും അതേമാതിരി തന്നെ കണിശമായും താന്ത്രിക വിദ്യയിൽ വിദഗ്ധന്മാരായ ഇവർ ആചാരങ്ങളിൽ ഒരു ഇളവും വരുത്താതെ ഇവിടുത്തെ താന്ത്രിക കർമ്മങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാവുന്നതാണ്. അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആരെങ്കിലും ആണ് താന്ത്രിക കർമ്മം ഇവിടെ നിർവഹിച്ചു വരുന്നത്. ഈ മധ്യകാലത്ത് ക്ഷേത്രത്തിന്റെ ആദായത്തിൽ കുറച്ചു കുറവ് വന്നെങ്കിലും ഇവർ അവരുടെ പ്രതിഫലത്തിന്റെ തോത് നോക്കിയല്ല ഇവിടുത്തെ കർമ്മങ്ങൾ നടത്തി വരുന്നത്. കർമ്മത്തിന് യാതൊരു ഇളവും വരുത്താറില്ല. വഴിപാടുകൾ
ഇവിടെ പ്രധാന വഴിപാടുകൾ പുഷ്പാർച്ചന, നാളികേരം ഉടയ്ക്കൽ, ഇളനീരാട്ടം, നാളികേരം ഏറ്. ഭക്തജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്കായി ധാരാളം നാളികേരം കൊണ്ടുവന്ന് അവനവൻ തന്നെ എറിഞ്ഞ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക്, അവിടെ ചേരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുക എന്നൊരു വഴിപാട് ഇവിടെ ധാരാളം പണ്ടുകാലത്ത് നടന്നിരുന്നു. പാൽപായസം, നെയ്പായസം, വെള്ള നിവേദ്യം, തിരൂട്ട് അട എന്ന് പറയുന്ന ചെറിയ തരത്തിലുള്ള അട, വലിയ അട, നിറമാല, ഉദയാസ്തമന പൂജ, ചുറ്റുവിളക്ക്, ചന്ദനം ചാർത്ത്, എള്ളുതിരി കത്തിക്കൽ, തുലാഭാരങ്ങൾ, ഉദയാസ്തമന പൂജ, വാരം ഇരിക്കൽ. പണ്ട് ഇവിടെ വാരം ഇരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കുറെ കാലം അടുത്ത കാലത്താണ്, അതായത് 71 ഭൂപരിഷ്കരണ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി വന്നപ്പോഴാണ് വാരം ഇരിക്കൽ നിന്നുപോയത്. അത് പൊതുജനങ്ങൾ, മറ്റ് ഭക്തന്മാര് വഴിപാടായി നടത്തുന്ന ഒരു താന്ത്രികവും വേദപരവുമായ വേദോക്തപ്രകാരമുള്ള ഒരു പ്രത്യേക വിശിഷ്ട വഴിപാടാണ്, ചടങ്ങാണ്, പൂജയാണ്. എന്നാൽ ഈ ഭൂപരിഷ്കരണ സംബന്ധിച്ച് പല വഴിപാടുകളും നിർത്തി വെച്ചതിൽ വാരം പെടുന്നു. മറ്റൊന്ന് ഈശ്വരസേവ, ചോറൂണ്, എഴുത്തിനിരുത്തൽ, ശബരിമല മാലയിടൽ, മാല വന്നതിന് ശേഷം മാല ഇടൽ എന്നീ തുടങ്ങിയതായിട്ടുള്ള പ്രത്യേകമുള്ള വഴിപാടുകളെല്ലാമാണ്. കൂടാതെ കാലികമായും പ്രത്യേകം ആയി ആളുകൾ നേരുന്ന കാലെടുത്ത് വയ്ക്കുക, കൈയെടുത്ത് വയ്ക്കുക, കണ്ണെടുത്ത് വയ്ക്കുക എന്നിങ്ങനെ തുടങ്ങിയ നിരവധി അവനവന്റെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കുന്ന വഴിപാടുകൾ സ്വീകരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. ഈ അട വഴിപാട്, വലിയ അട വഴിപാട് എന്ന് പറയുന്നത് അത് ഒരു വലിയ ചെലവുള്ള ഒരു കാര്യമാണ്. അത് ധാരാളം അട, നൂറുകണക്കിന് അട ഇതിന്റെ വഴിപാട് നടത്തുന്ന ആൾക്കാർക്ക് കൊടുക്കുകയും, അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ, വാര്യർ, നമ്പ്യാർ ഇങ്ങനെ തുടങ്ങുന്നതായിട്ടുള്ള ക്ഷേത്രവാസികൾക്കും അവിടെ വന്നു ചേരുന്ന ഊരാളന്മാരിൽപ്പെട്ട ആൾക്കാർക്കും മറ്റ് ബ്രാഹ്മണർക്കും കൊടുത്തതിന് പുറമെ അവിടെ വന്നുപെടുന്നതായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഈ അടയുടെ ഒരു ഭാഗം അത് മുഴുവനായോ ഭാഗികമായോ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇത് വളരെ ഇഷ്ടഫല സിദ്ധിക്കു വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് എന്നുള്ള രൂപത്തിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടുപോവുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഒരു പ്രത്യേക വഴിപാട് കുറച്ച് കാലം മുൻപ്, ഇപ്പോൾ അധികം കാണുന്നില്ല, ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് തെക്കുമൂലയിൽ ഒരു കോലം പോലെയുള്ള ഒരു ശില, ഒരു കല്ല് ഉണ്ട്. അതിൽ ധാരാളം നാളികേരം അവരവർ തന്നെ വന്ന്, വഴിപാടുകാരൻ തന്നെ വന്ന്
നൂറുകണക്കിന് നാളികേര് അവനവന്റെ കഴിവനുസരിച്ച് വന്ന് അതിൽ താൻ തന്നെ എറിയുകയും അത് ഏറെക്കുറെ മുഴുവനും തന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങൾ എടുത്ത് കൊണ്ടുപോവുകയും വഴിപാടായി പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇതും കൂടാതെ ഗർഭിണികളായ സ്ത്രീകൾ നെയ്യ് സേവിക്കുക എന്നുള്ള ചടങ്ങും, അതുപോലെ തന്നെ സാധാരണ കന്യകമാരും വിവാഹിതരുമായ സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം നോറ്റ് ഇവിടുത്തെ വഴിപാട് വാങ്ങി ഭക്ഷണം ആ വ്രതം തുടരുന്നതും ഇവിടെ ഒരു സാധാരണ കാര്യമാണ്. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കെട്ട് നിറച്ച് പോകുന്ന ഒരു സമ്പ്രദായവും ദേവന് വളരെ വിശിഷ്ടമായിട്ടുള്ളതും പ്രധാനമായിട്ടുള്ളതും ആണ്. ഈ ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷങ്ങളിൽ നിരവധി ആണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വിശേഷം എന്ന് പറയാവുന്നത് ഇവിടെ നടക്കുന്ന വിശ്വപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം തന്നെയാണ്. അതിന് മുൻപേ ഇവിടെ കതിര് കൊണ്ടുവരിക, അതായത് അതിനുശേഷം ചിങ്ങമാസം മുതൽ ഇവിടെ തൃപ്പുത്തിരി ചെയ്യുന്ന തൃപ്പുത്തിരി എന്ന് പറയുന്ന ഒരു ആഘോഷം ഒരു ചെറിയ തോതിൽ നടന്നു വരുന്നുണ്ട്. നവരാത്രി മഹോത്സവത്തോട് അനുബന്ധിച്ച് കന്നിമാസത്തിൽ അതിഗംഭീരമായ ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ കൊണ്ടാടുന്നത്. 10 ദിവസവും സാഹിത്യ, സംഗീത, നാടക തുടങ്ങിയ നൃത്യ ആദികളുടെ ഒരു പൂരം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത്. ഇതിനോട് അനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും മറ്റ് സംഗീതാത്മകമായും സാഹിത്യാത്മകമായും താളാത്മകമായും എല്ലാം ഇവിടെ ധാരാളം നടത്തുന്നുണ്ട്. സരസ്വതിക്ക് വയ്ക്കുക എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലെന്ന പോലെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നടപ്പുര മുഴുവൻ കുലവാഴകളെ കൊണ്ട് അലങ്കരിച്ച് ഇരിക്കും. കൂടാതെ വലിയ ഡെക്കറേഷനും എല്ലാം കൂടി ക്ഷേത്രം അതിമനോഹരമായ ഒരു സൗന്ദര്യ സ്വരൂപമാക്കിയും ഭക്തിയുടെ നിറകുടമാക്കിയും ആക്കി തീർക്കുന്നു. അത്രയ്ക്കും സരസ്വതിയും ശാസ്താവും കൂടിച്ചേർന്ന് വിളയാടുന്ന ഒരു പ്രതീതി ഉളവാക്കത്തക്ക വിധത്തിൽ തന്നെയാണ് ഇവിടുത്തെ നവരാത്രി ആഘോഷം കൊണ്ടാടുന്നത്. കൂടാതെ മറ്റൊരു വിശേഷത, ഓൾ കേരള ബേസിൽ നടത്തുന്ന നാടകോത്സവം തുടങ്ങിയവയും വിശേഷമായി ഇവിടെ നടത്തി വരുന്നുണ്ട്. നവരാത്രി ദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുകയും എന്ന ചടങ്ങ് ധാരാളം ഇവിടെ നടക്കുന്നതിനാൽ ധാരാളം കുട്ടികൾ ഇതോടുകൂടി ചേർന്ന് ആ ചടങ്ങ് ഭക്തിപൂർവം നിർവഹിച്ച് വരുന്നുണ്ട്. വിജയദശമി ഏറ്റവും കേമമായി
ഇവിടുത്തുകാരെയും മറ്റ് ചുറ്റുപ്രദേശങ്ങളിൽ ഉള്ളവരെയും എല്ലാം ആകർഷിക്കത്തക്ക വിധത്തിൽ ഗംഭീരമായിട്ടും മനോഹരമായിട്ടും തന്നെയാണ് ഇവിടെ നടത്തി വരുന്നത്. വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലമാണല്ലോ. ഈ വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലത്തിൽ 41 ദിവസവും ഇവിടെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു പ്രത്യേകതകൾ നിറഞ്ഞ കാലമാണ്. വിശേഷാൽ പൂജകളും നവകം, പഞ്ചഗവ്യം തുടങ്ങിയതായിട്ടുള്ള ഈ പൂജ ആദികളിൽപ്പെട്ടതായ കാര്യങ്ങളും ഇവിടെ നടത്തി വരുന്നുണ്ട്. നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് ജനങ്ങൾ ശബരിമലയ്ക്ക് കെട്ട് നിറയ്ക്കുന്നതിനും വേണ്ടി ഒരുവിധം എല്ലാ ദിവസവും തന്നെ എന്ന് തന്നെ പറയാം ഇവിടെ വന്നു പോകുന്നുണ്ട്. കൂടാതെ ഇവിടെ ശാസ്താംപാട്ട് വിളക്ക് നടത്തുന്നുണ്ട്. 5 അമ്പലങ്ങൾ പൂട്ടി ശബരിമല പ്രതീകമായി 5 അമ്പലങ്ങൾ കൂട്ടി ഇവിടെ അതിഗംഭീരമായ ശാസ്താംപാട്ടുകളും എഴുന്നള്ളിപ്പും അതിനെ തുടർന്നതായ വളരെ വലിയ വിശേഷങ്ങളും നടത്തുന്നുണ്ട്. വൃശ്ചിക മാസം കഴിഞ്ഞ് ധനുമാസത്തിൽ 10-ാം ഉദയ വേല ഇവിടെ കേമമായി നടത്തുന്ന ഒരു ചടങ്ങാണ്. വിശേഷ പൂജകളും മറ്റ് വഴിപാടുകളും ആ ദിവസങ്ങളിൽ നടത്തുന്നുണ്ട്. കളഭാട്ടം ഉണ്ട്. ഇതിനിടയ്ക്ക് ചില ദിവസങ്ങളിലെല്ലാം ഉദയാസ്തമന പൂജയും മറ്റും ഉണ്ടാവാറുണ്ട്. ഇതും കൂടാതെ ഇവിടുത്തെ പ്രത്യേകമായി പറഞ്ഞു വരുന്ന മറ്റൊരു സംഭവം 10-ാം ഉദയത്തിനാൾ ഇവിടുത്തെ അടുത്തുള്ള ഒരു ക്ഷേത്രമായ പല്ലിശ്ശേരി ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ 10-ാം ഉദയം 10 ദിവസവും നടക്കുന്നതിൽ ഒരു വിവിധ തട്ടകക്കാരുടെ വഴിപാടുകളും അതുപോലെ തന്നെ വിശേഷവുമായിട്ടാണ് അവർ നടത്തേണ്ട വേലകളാണ് അവിടെ ഉള്ളത്. അതിൽ 10-ാമത്തെ ദിവസം ആറാട്ടുപുഴക്കാരുടെ ഈ ദേശക്കാരുടെ വഴിപാടാണ്, അതായത് ഉത്സവമാണ് നടത്തുന്നത്. ഇവിടുത്തുകാരുടെ വകയായിരിക്കണം അന്നത്തെ ദിവസം വേല. ഇതും ആറാട്ടുപുഴ പല്ലിശ്ശേരി തട്ടകത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ്. അന്ന് വൈകിട്ട് കാലത്ത് മുതലുള്ള വൈകുന്നേരം വരെയുള്ള പൂജകളും എല്ലാം വിശേഷാൽ പൂജകളായി നടത്തിയതിന് ശേഷം വൈകിട്ട് ഉദ്ദേശം 9 മണിയോടുകൂടി അവിടത്തെ പല്ലിശ്ശേരിയിലെ ഭഗവതി ക്ഷേത്രത്തിനപ്പുറം ഭഗവതിയെ സേവിച്ച് കൊണ്ടുവന്ന, കാഞ്ചീപുരത്തിൽ നിന്ന് സേവിച്ച് കൊണ്ടുവന്ന കാരണവരുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആ കാരണവര് പല്ലിശ്ശേരിയിൽ നിന്ന് കുത്തുവിളക്കും വെളിച്ചപ്പാടും ആയി ആറാട്ടുപുഴയ്ക്ക് വരികയും ആറാട്ടുപുഴയിൽ വന്ന് ക്ഷേത്രത്തിൽ അവർ കൊണ്ടുവരുന്ന കുത്തുവിളക്കിൽ നിന്നൊരു തിരി ക്ഷേത്രത്തിന്റെ നടയിൽ കൊളുത്തി വയ്ക്കുകയും തുടർന്ന് ക്ഷേത്രം പ്രദക്ഷിണം കഴിച്ച് അവിടെ വന്നു ചേരുന്ന ഭക്തജനങ്ങൾക്ക് അരി എറിഞ്ഞ് അനുഗ്രഹിച്ച് പുറത്തേക്ക് കടന്ന് അവിടെയും കൂടി നിൽക്കുന്നതായിട്ടുള്ള ജനങ്ങളെ അരി എറിഞ്ഞ്
അനുഗ്രഹം ചൊരിഞ്ഞ് വാദ്യഘോഷത്തോടുകൂടി പല്ലിശ്ശേരി അമ്പലത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു പ്രത്യേക പറമ്പിന്റെ പരിസരത്ത് വരുമ്പോൾ അട്ടഹസിച്ച് കൊണ്ട് അവിടെ അരി എറിഞ്ഞു പോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഈ കാരണവരുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സ്ഥലമായിരുന്നു അത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതിനുശേഷം ചോരിഞ്ചേടത്ത് മനയ്ക്കിൽ പോയി അവിടെ 2 കിണ്ടികളിൽ ഒന്നിൽ പാലും ഒന്നിൽ കാൽ കഴുകുവാനുള്ള വെള്ളവും വെച്ചിരിക്കും. കാരണവരുടെ വെളിച്ചപ്പാട് ചെന്ന് അതിൽ ആദ്യമായി അത് വായ്ക്കട്ടി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇല കൊണ്ട്. കാരണവരുടെ വെളിച്ചപ്പാട് വന്ന് ആദ്യം കാൽ കഴുകാനുള്ള വെള്ളത്തിന്റെ കിണ്ടി എടുത്ത് കാൽ കഴുകുകയും ബാക്കി മറ്റ് കിണ്ടിയിലുള്ള പാൽ കുടിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. ഇത് സാധാരണ പറഞ്ഞു വരുന്നത് ഇന്നേ വരെ ആ കിണ്ടികൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. കാണാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു വായ്ക്കട്ടി വെച്ചിട്ടാണ് അത് വെച്ചിരിക്കുക. എന്നാൽ വെളിച്ചപ്പാട് ഇല്ലെങ്കിൽ ഈ ചടങ്ങ് അവിടെ നടത്തുന്നില്ല. അതിനുശേഷം കാരണവര് പോയി പല്ലിശ്ശേരി പോയി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം അവിടെ മറ്റൊരു വിശേഷ ചടങ്ങ് നടക്കുന്നത് പല്ലിശ്ശേരി ഭഗവതിയുടെ തിടമ്പ് ഇരിക്കുന്നത് ഊരകം ക്ഷേത്രത്തിലാണ്. ഊരകം അമ്മ തിരുവടിയുടെ അനുജത്തി എന്നുള്ള രൂപത്തിലാണ് പല്ലിശ്ശേരി ഭഗവതിയെ കണക്കാക്കി പോരുന്നത്. കാരണം ഊരകത്ത് വലയന്നൂർ മനയിലെ ഒരു തിരുമേനിയും കടലാശ്ശേരിയിലെ ഒരു തിരുമേനിയും പല്ലിശ്ശേരിയിലെ ക്ഷേത്രത്തിന്റെ ഉടമയായ കോമരത്ത് കാരണവരും കൂടിയാണ് കാഞ്ചീപുരത്തേക്ക് ഭജനമിരിക്കുവാൻ പോയത്. ദേശത്തിന്റെ ഐശ്വര്യത്തിനെ കണക്കാക്കിക്കൊണ്ട് ഇവര് പോയി ഭജനമിരുന്ന് മടങ്ങി ഭജനം അവസാനിപ്പിച്ചു പോന്നപ്പോൾ കാഞ്ചി കാമേശ്വരി വലയന്നൂർ ഭഗവതിയുടെ കുടയിന്മേലും പല്ലിശ്ശേരി ഭഗവതിയുടെ വാളിന്മേലും കടലാശ്ശേരി തിരുമേനിയുടെ ആറാട്ടുപുഴയിലുള്ള സാന്നിധ്യത്തിലും ആറാട്ടുപുഴയിൽ മദ്ദാരക്കടവിൽ സ്വാതി നക്ഷത്രം ഉച്ച സമയത്ത് താനവിടെ വന്നുകൊള്ളാമെന്നുള്ള നിശ്ചയപ്രകാരം കൽപ്പന പ്രകാരമാണത്രേ അവിടെ നിന്ന് പോന്നത്. അന്നും പ്രത്യക്ഷപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അധിഷ്ഠാനമായി പ്രതിഷ്ഠകളും സാന്നിധ്യങ്ങളും അറിയിക്കാറുണ്ട് എന്നുള്ളതിനെ തുടർന്ന് സഹോദരി സ്ഥാനത്താണ് ഈ 3 ദേവിമാരും നിൽക്കുന്നത്. അതിൽ ഒന്നായ പല്ലിശ്ശേരി ഭഗവതിയുടെ തിടമ്പ് അതുകൊണ്ടാണ് ഊരകത്ത് വയ്ക്കുന്നത്. ഊരകത്ത് ഒരാനപ്പുറത്ത് പല്ലിശ്ശേരി ഭഗവതിയുടെ തിടമ്പ് ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരികയും ഇവിടെ ഭഗവതിയുടെ തിരുമുറ്റത്ത് പൂരം കഴിച്ച് തുള്ളി കൽപ്പനകളും എല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഈ തിടമ്പ് വീണ്ടും അവിടെ തന്നെ കൊണ്ടുവയ്ക്കുവാൻ വേണ്ടി മടക്കി എഴുന്നള്ളിച്ചു പോകുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ആറാട്ടുപുഴയിൽ നടക്കുന്ന ഒരു പ്രത്യേക വിശേഷമായിട്ട് വേണം കണക്കാക്കുവാൻ.
ഈ വാരം ഇരിക്കുക ഇതിനു മുന്നേ നടത്തിയിരുന്ന ഒരു വേദോക്തപരമായ ഒരു യാഗപ്രീതി ഉളവാക്കുന്ന ഒരു ചടങ്ങാണെന്ന് പറയുകയുണ്ടായല്ലോ. അത് ഇവിടുത്തെ ഊരാളന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ ക്ഷേത്രത്തിന്റെ ഭൂമി കൈവശമുണ്ടായിരുന്ന മറ്റ് ഇവിടത്തുകാരായ ഓരോ കുടുംബക്കാരാണ് വിശേഷാൽ നടത്തിപ്പോന്നിരുന്നത്. അത് അന്നേ ദിവസം ഒരു ഉത്രാടം ദിവസം ഭഗവാന് പ്രിയപ്പെട്ട ദിവസമാണ് എന്നുള്ള അത് കാരണത്താൽ അവിടെ നിരവധി ബ്രാഹ്മണര്, ഇവിടുത്തെ ഊരാളന്മാരടക്കം നിരവധി ബ്രാഹ്മണര് വന്ന് ഈ വാരം ഇരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ചടങ്ങ്, അത് വേദസംബന്ധമായ ഒരു കാര്യമാണത്. അത് ചില കല്ലുകളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ആംഗ്യം കൊണ്ടും എല്ലാം ഈ വേദം ഉച്ചരിക്കുന്ന സമ്പ്രദായത്തിലുള്ള ആ ചടങ്ങായത് കാരണത്താൽ അത് നടത്തി അവർക്ക് വളരെ സമ്പന്നമായ രൂപത്തിൽ വിശിഷ്ടമായ സദ്യ കൊടുക്കുന്നു. മാത്രമല്ല ക്ഷേത്ര ഉപവാസികൾക്കും അതോടുകൂടി സദ്യ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സദ്യ നടത്തിയ ആള് അതിൻ്റെ ബാക്കി കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള ചടങ്ങാണ് അത്. ഇവിടുത്തെ താന്ത്രികത്വം നിശ്ചയിച്ചിട്ടുള്ളത് പെരുമലത്ത് കുന്നത്തൂര് പടിഞ്ഞാറേടത്ത് മനയ്ക്കലാണെന്ന് ഇതിനു മുന്നേ വിവരിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രിക്ക് ആ ദേവന്റെ പിതൃതുല്യമായ സ്ഥാനമാണ് സാധാരണയായി കൽപ്പിച്ചു പോരുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അവിടുത്തെ എല്ലാ ചടങ്ങുകളും നിശ്ചയിക്കുന്നതും നിശ്ചയിക്കാതിരിക്കുന്നതും വേണമെന്നും വേണ്ട എന്നും എല്ലാം തീരുമാനമെടുക്കുന്നതിനുള്ള പരമാധികാരം ആ തന്ത്രിക്കാണത്രേ. ഇതനുസരിച്ച് ഇവിടത്തെയും തന്ത്രി വളരെ നിഷ്കർഷയോടും ഭക്തിയോടും കൂടിയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇവിടുത്തെ പൂജാവിധികളുടെ യഥാർത്ഥ ശരിയായ രൂപം നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ ജ്യോത്സ്യത്തിൽ കണ്ട, രാശികളിൽ കണ്ട അപൂർവം കാര്യങ്ങളും ഈ തന്ത്രി സ്വീകരിച്ചു പോരുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിലുള്ള ശാസ്താവിന് വളരെ പാവനമല്ലാത്തതായ പല മന്ത്രങ്ങളോ തന്ത്രങ്ങളോ പൂജാവിധികളോ വഴിപാടുകളോ നടത്തുവാൻ പാടുള്ളതല്ലെന്ന് വിധിച്ചിട്ടുണ്ട്. അതായത് സുദർശന ഹോമം, അതുപോലെ തന്നെ ദമ്പതി പൂജ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പലതരം പൂജകൾ, അതായത് ഒരു സാത്വിക പ്രധാനമായ ദേവന് ക്ഷേത്രത്തിൽ അധികം നടത്താത്ത ഒരു സംഗതികള്, പൂജാവിധികള് ഇവിടെ യാതൊരു വിധത്തിലും അനുവദനീയമല്ല. മറ്റ് ഭദ്രകാളി ക്ഷേത്രങ്ങളിലും തുടങ്ങിയ മറ്റ് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന സമ്പ്രദായത്തിലുള്ള പൂജകൾ ഇവിടെ ഒരിക്കലും അനുവദിക്കുന്നതല്ല. കാരണം ഇവിടുത്തെ ദേവൻ മഹർഷി തുല്യനായിട്ടുള്ള ഒരു മഹർഷിയും അതേ സമയത്ത് തന്നെ വളരെ ബ്രഹ്മചാരിയും ആയിട്ടുള്ള ഒരു ദേവനാണല്ലോ. അത് കാരണത്താൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, രാശിയിൽ കണ്ട വിധത്തിൽ ഇവിടെ ഒരു കല്യാണം നടത്തിക്കൊടുക്കുവാനുള്ള അധികാരം പോലും അല്ലെങ്കിൽ
നടത്തുന്നതിനുള്ള ചടങ്ങ് പോലും നടത്തുവാൻ പാടില്ലെന്നാണ് ജ്യോത്സ്യത്തിൽ കണ്ടിട്ടുള്ളതും അത് പരമാവധി പാലിച്ചു പോരുന്നതും. ഇവിടുത്തെ തന്ത്രി അതിന് അനുകൂലമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യമാണ്. പെരുവരം ഗ്രാമം കേരളത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പറയുമ്പോൾ ശ്രീ പരശുരാമൻ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത ഒരു പ്രദേശമാണ് എന്നുള്ള കഥയാണല്ലോ പുരാണ പ്രസിദ്ധമായിട്ടുള്ളത്. തൻ്റെ അമ്മയെ കൊന്ന പാപം തീർക്കുവാൻ വേണ്ടിയും ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയതിൻ്റെ മഹാപാപം തീർത്തു കളയുവാൻ വേണ്ടിയും കേരളം വീണ്ടെടുത്ത് പരശുരാമൻ പരശുരാമൻ കേരളത്തെ ഭരണ സൗകര്യാർത്ഥം 64 ഗ്രാമങ്ങളായി തരംതിരിച്ചു എന്നാണ് പുരാതനമായി പറയപ്പെടുന്നതും ചരിത്രകാരന്മാർ പോലും അംഗീകരിച്ച് വരുന്നതും. പരശുരാമന്റെ കാലം എന്ന് പറയുമ്പോൾ ത്രേതായുഗം മുതൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര ആരാധനകളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണം കണക്കാക്കുവാൻ. എന്നാൽ ഇവിടെ കേരളം വീണ്ടെടുത്തതിന് ശേഷം ബ്രാഹ്മണരെയാണ് ഇതിൻ്റെ ഭരണ കാര്യങ്ങൾക്കു വേണ്ടി അതുപോലെ തന്നെ സാമുദായിക വ്യവസ്ഥകൾ നിർമ്മിച്ച് പരിപാലിച്ചു പോരുന്നതിനു വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കുന്നതുമായി സംശയിക്കാവുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ പരശുരാമന്റെ വരവ് ആര്യ ദ്രാവിഡ തമ്മിലുള്ള സംയോജനത്തിനോ അല്ലെങ്കിൽ ദ്രാവിഡ സമ്പ്രദായത്തിൽ ദ്രാവിഡരിൽ ഉള്ള ആര്യന്മാരുടെ ആധിപത്യത്തിനോ വകവയ്ക്കുന്ന ഒന്നായിരിക്കണം എന്ന് വിശ്വസിച്ചാൽ അസാംഗത്യം ഉണ്ടാവാൻ തരമില്ല. അങ്ങനെ ആ ആര്യ ദ്രാവിഡരുടെ പോര് വൈവിധ്യമാർന്ന ചിന്തകള് കുറെ കാലം നിലനിൽക്കുകയും ആ അവസാനം രണ്ടു കൂട്ടരും കൂടി ഒരു സൗമ്യതയിൽ എത്തിച്ചേരുകയും ഉണ്ടായെന്ന് കണക്കാക്കാവുന്നത്. ആര്യന്മാരുടെ ദൈവങ്ങളെ ദ്രാവിഡരുടെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ദ്രാവിഡരുടെ സങ്കല്പങ്ങളെയും ദൈവങ്ങളെയും കുറെ സാത്വിക ഭാവം കൊടുത്തുകൊണ്ട് ആര്യന്മാര് ഏറ്റെടുക്കുന്നതിനും ആരാധിക്കുന്നതിനും തുടങ്ങിയതായിട്ടുള്ള ഒരു അവബോധം അതിൽ നിന്ന് കിട്ടുന്നു. കാരണം ദ്രാവിഡരുടെ ആരാധനാമൂർത്തികളായ ഭദ്രകാളിയും തുടങ്ങിയ വീരബാഹു ഇങ്ങനെ തുടങ്ങിയതായ മാംസബുക്കുകളും മറ്റും ആയിട്ടുള്ള ദേവിമാരും ദേവന്മാരും നിന്നും ആര്യന്മാരെ മാറി നിൽക്കുകയും അവർ തന്നെ ഇവരുടേതായിട്ടുള്ള ദേവിമാരായ സാത്വിക പ്രധാനികളായിട്ടുള്ള ദേവിമാരെ, ദുർഗമാരെ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയതായ ദേവി
ദേവിമാരെയും ദുർഗമാരെയും അംഗീകരിച്ച് ആര്യ സങ്കല്പത്തോടു കൂടിയ സാത്വിക പ്രധാനങ്ങളായ സങ്കല്പത്തോടു കൂടിയ ദേവീദേവന്മാരെ ആരാധിച്ചു പോരുകയും ഉണ്ടായി. ഇത് ഈ ദ്രാവിഡ ദൈവങ്ങളെ, ആര്യ ദൈവങ്ങളെ ദ്രാവിഡരും അംഗീകരിച്ചു എന്ന് വേണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിലെ ആരാധനാ സമ്പ്രദായങ്ങളെയും പൂരങ്ങളെയും ഉത്സവങ്ങളെയും തെയ്യം, തിറ തുടങ്ങിയതായ മറ്റ് വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടുത്തെ ശാസ്താക്കന്മാരുടെ സങ്കല്പങ്ങൾ ജൈന ബുദ്ധമത കാലവുമായി ബന്ധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ ബുദ്ധമതം ഒരു കാലത്ത് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നും ഇവിടെ നിന്നാണ് സിലോണിലേക്കും മറ്റും ബുദ്ധമതം പ്രചരിച്ചു പോയത്, കടൽ കടന്നു പോയത് എന്നും ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ബുദ്ധന്മാരിൽ കാണുന്ന ചില ഭാവങ്ങളും ധ്യാനരൂപങ്ങളും പ്രതിഷ്ഠകളും എല്ലാം ശാസ്താക്കന്മാരിൽ ആരോപിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ശാസ്താക്കന്മാർ മിക്കവരും ധ്യാനനിരതന്മാരും അതുപോലെ തന്നെ അപരിഷ്കാരികളും വളരെ നിർമ്മലമായിട്ടുള്ളതും ത്യാഗപൂർണവുമായ ജീവിത സമ്പ്രദായം ആചരിച്ചു വരുന്നവരും ആണെന്നതിനാൽ ഈ ബുദ്ധ വിശ്വാസത്തിന്റെ ബാക്കി പത്രമായി അതിനെ ആര്യവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രാഹ്മണവൽക്കരിച്ചുകൊണ്ട് ഇത് ശാസ്താവിന്റെ സങ്കല്പത്തിൽ ഉരുത്തിരിഞ്ഞതാവാം എന്ന് വിശ്വസിച്ചു വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ശാസ്താക്കന്മാരും ദുർഗമാരും ഈ പൂരങ്ങളിലും മറ്റു മഹോത്സവങ്ങളിലും പരമപ്രാധാന്യം നേടി എന്നും അത് മധ്യകേരളത്തിൽ പ്രചാരമായി ആരാധനാ സമ്പ്രദായം നിലനിന്നു വന്നിരുന്നു എന്നും കണക്കാക്കുന്നതിൽ ചിന്തിച്ചാൽ അപാകതയുണ്ടാവാൻ വഴിയില്ലെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഈ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാലത്തെ പരിഗണിച്ചു നോക്കുമ്പോൾ ഇത് ചുരുങ്ങിയത് ഒരു 3000 കൊല്ലത്തിന് അപ്പുറം എന്ന് കണക്കാക്കി വരുന്നുണ്ട്. ജ്യോതിഷ ഗണിതത്തിൽ ഇവിടുത്തെ മഹാക്ഷേത്രങ്ങളെയും ഇവിടുത്തെ പണ്ടുകാലത്തുള്ള ഉത്സവാദികളെയും പറ്റും ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഉണ്ടായത് ഉദ്ദേശം 5000-ൽ പരം കലിദിന സംഖ്യ പ്രകാരം 5000-ൽ പരം കൊല്ലങ്ങൾക്ക് മുന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ 3000-ൽ പരം കൊല്ലങ്ങളായിട്ടുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം കഴിഞ്ഞിട്ട് എന്നും പ്രതിഷ്ഠകൾ നടത്തി അവിടുത്തെ ക്ഷേത്രാചാരപ്രകാരമുള്ള പൂജകളും വിശേഷങ്ങളും കൂട്ടമായിട്ടുള്ള വിശേഷങ്ങളും എല്ലാം ആചരിച്ചു പോന്നിട്ടുള്ളത് എന്ന് കണക്കാക്കുന്നതിൽ അപാകത ഉണ്ടാകാൻ സാധ്യതയില്ല. ആറാട്ടുപുഴയുടെ ഈ ക്ഷേത്ര
സങ്കേതങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണല്ലോ പെരുവനം മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലുള്ള ഭരണ സൗകര്യാർത്ഥം ഇവിടെ പണ്ട് ഒരു കാലത്ത് മഹാവനങ്ങളായിരുന്നു എന്ന് നമുക്ക് സമർത്ഥിക്കുവാനും ഊഹിക്കുവാനും കഴിയുന്നുണ്ട്. ഈ വനങ്ങളിലെല്ലാം ഓരോരോ ശാസ്താക്കന്മാരെയോ ദുർഗമാരെയോ പ്രതിഷ്ഠിച്ച് അതാത് തട്ടകങ്ങൾ, അതാത് പ്രദേശക്കാര് അതാത് ക്ഷേത്രവുമായി ഉപാസിച്ചും അവിടുത്തെ ജനജീവിതം സ്വന്തമായി സ്വയം പര്യാപ്തതയോടെ നടത്തിപ്പോരുകയും ചെയ്തിരുന്നു എന്ന് ഊഹിക്കാം. അതിന് ഉദാഹരണമായി ആ ക്ഷേത്രങ്ങളിലെല്ലാം ബ്രാഹ്മണരാണ് ഊരാളന്മാരായി നിലനിന്നിരുന്നത്. ക്ഷേത്രത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭരണവും പൂജാവിധികളും നിശ്ചയിച്ചിരുന്നതും ക്ഷേത്രത്തിലേക്ക് മറ്റ് ജനങ്ങളെ ആകർഷിച്ച് അവരെയും ക്ഷേത്രവുമായി ദേവനുമായി ബന്ധപ്പെടുന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം അന്ന് പണ്ട് മുതൽക്കേ പരശുരാമന്റെ നിർമ്മിതി ആശയപ്രകാരം ബ്രാഹ്മണരാണ് ഇവിടുത്തെ മേലാധികാരികളായും മറ്റും നിശ്ചയിച്ചിരുന്നത്. അതിൽ ചാതുർവർണ്ണ്യം പണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതാത് ആൾക്കാർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള തരംതിരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആണ് ബ്രാഹ്മണരിൽ പലരുടെയും സ്വാർത്ഥവും സുഖലോലുപതയും കണക്കാക്കിക്കൊണ്ടാണ് ചാതുർവർണ്ണ്യം നിർമ്മിക്കുകയും ജനങ്ങളെ ഛിന്ന ഭിന്നമായി അശുദ്ധികരമായും അത് മറ്റു വിധത്തിലുള്ള ഐത്താചാരവും എല്ലാം പിന്നീട് ഉണ്ടാക്കി തീർത്ത സാമുദായിക വിരുദ്ധമായ സംഭവങ്ങളാണ് എന്നും അതിൻ്റെ അനന്തര ഫലങ്ങൾ ഇന്നും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളത് കേരളത്തിലെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ സാമുദായിക വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് ഉപോത്ബലകമായി പോന്നു വന്നിരുന്നത് ഇവിടുത്തെ ഭൂമികളിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരായ ക്ഷേത്ര ഊരാളന്മാരുടെ കൈവശം തന്നെയായിരുന്നു. മാത്രമല്ല ഈ ക്ഷേത്രത്തിലേക്ക് വരായകളും മറ്റാദായങ്ങളും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഈ തിരുമേനിമാരെ അല്ലെങ്കിൽ ഊരാളന്മാരെ ആശ്രയിച്ചു നിന്നിരുന്ന മറ്റ് ജാതിക്കാരിൽ ഉയർന്നവരായ ചില വിഭാഗക്കാരിൽ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ വഴി നടത്തുന്ന പാട്ടം, മിച്ചവാരം തുടങ്ങിയ ആദായങ്ങളിൽ കൂടി ക്ഷേത്രത്തിന്റെ ചെലവുകൾ നടത്തിപ്പോരുകയും മറ്റ് ക്ഷേത്ര സംബന്ധമായ വിശേഷങ്ങൾക്ക് ഇവരുടെ എല്ലാം സഹകരണവും അവരിൽ ചുമത്തിയ സാമ്പത്തികമായുള്ള അധികാരങ്ങളും ക്ഷേത്ര ഊരാളന്മാരിൽ അർപ്പിക്കുകയും അങ്ങനെ എല്ലാ വിശേഷാദികളും അവരുടെ നിർദ്ദേശത്തോടുകൂടി മറ്റുള്ള താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്നവരിൽ ഉയർന്ന ജാതിക്കാരായ പലരിലും അപൂർവം താഴ്ന്ന ജാതിക്കാരും കൂടി യോജിച്ച് ക്ഷേത്രത്തിന്റെ തരംതിരിവിനനുസരിച്ച് ഉത്സാഹങ്ങളും ഉത്സവങ്ങളും മറ്റ് ക്ഷേത്ര ചടങ്ങുകളും നടത്തിപ്പോന്നിരുന്നു. ഭൂമിയിൽ പലതും മറ്റുള്ളവർക്ക് വിഭജിച്ചു കൊടുത്ത് കൃഷി ചെയ്ത് അതിൻ്റെ ആദായം ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയാണ് സാമ്പത്തികമായും സാമൂഹ്യമായും തൊഴിൽപരമായും
എല്ലാം ഉള്ള ഒരു വ്യവസ്ഥയാണ് അന്ന് നിലവിൽ ഉണ്ടായതും അതാണ് പിന്നീട് വ്യത്യസ്ത സമ്പ്രദായത്തിൽ ഭാവങ്ങളോടുകൂടി ഇന്നും പുലർന്നു പോരുന്നതും എന്ന് തന്നെ പറയാം. കാലാന്തരത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തതായ മാറ്റങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ആചാര അനുഷ്ഠാനത്തിലധിഷ്ഠിതവും അതുപോലെ തന്നെ മറ്റ് വ്യവസ്ഥാപിതമായ ആചാരങ്ങളും സമ്പ്രദായങ്ങളും ക്ഷേത്രത്തിൽ നിലനിർത്തി പോന്നിരുന്നു. അങ്ങനെ ഉള്ള ആ ക്ഷേത്ര സമുച്ചയങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സഹകരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളും നടക്കുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥകൾ ചെയ്തു വരുന്നു എങ്കിലും ബ്രാഹ്മണർ ഒഴിച്ചുള്ള അവരിൽ താഴെയുള്ള അധസ്ഥിതരിൽ മുൻസ്ഥിതരായ നായന്മാർ, ഈഴവന്മാർ തുടങ്ങുന്നതായ അവിടുന്ന് കീഴോട്ടോ മേലോട്ടോ എന്ന് പറയാൻ വയ്യാത്ത വിധത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഈ ക്ഷേത്രവുമായി അതിൻ്റെ പണികൾക്കും നിർമ്മിതിക്കും മറ്റ് വിശേഷങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിൽ പരിശീലനം ഉണ്ടായ ആൾക്കാരെ ഈ ക്ഷേത്രവുമായി അപൂർവം സംഘടിപ്പിച്ച് നിലനിർത്തി പോന്നിരുന്നു. എന്നിരുന്നാലും അവരിൽ ആ പടിപടിയായുള്ള ആചാരക്രമമനുസരിച്ചുള്ള അയിത്തങ്ങളും അശുദ്ധികളും കൽപ്പിച്ചും നിശ്ചയിച്ചും പോന്നിരുന്നു. ഒരുവിധം പറഞ്ഞാൽ ചിലരുടെ ഇഷ്ടാനുസരണം മാത്രം ആചാരവും ആചാരമില്ലായ്മയ്ക്കുള്ള ശുദ്ധിയും അയിത്തവും കൽപ്പിച്ചു പോന്നിരുന്നു എന്ന് വേണം പറയാൻ. വിശദീകരിക്കുകയാണെങ്കിൽ വളരെ വലുതായി പോകുന്നതിനാൽ അവിടേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും ഈ ശ്രീകോവിലിലേക്ക് പൂണൂൽധാരികളും വേദാധ്യായനം ചെയ്തവരും ശാന്തികർമ്മം പഠിച്ചവരും എന്ന് പറയുന്ന പൂണൂൽധാരികൾക്ക് മാത്രമേ, അത് കേരളത്തിലുള്ളതായാലും മറ്റ് ചിന്നയിൽ ഉള്ളവരായാലും കർണാടകക്കാരായാലും അങ്ങനെ ഉള്ള ഒരു വിഭാഗങ്ങൾക്ക് മാത്രമേ ഈ ശ്രീലകത്തിലേക്ക് പ്രവേശനം അനുവദിച്ചു ഇരുന്നുള്ളൂ. മറ്റുള്ളവരും എല്ലാവരും ക്ഷേത്രവാസികൾ പോലും പുറത്ത് എന്നുള്ള സ്ഥിതിയാണ് കൽപ്പിച്ചു പോന്നിട്ടുള്ളത്. പെരുവനം ഉത്സവം ഇങ്ങനെ നിലനിന്നു പോന്നിരുന്ന ആ സമ്പ്രദായത്തിൽ പെരുവനം ഒരു മഹോത്സവം ഉടലെടുക്കുകയുണ്ടായി. പണ്ട് പൂരു മഹർഷി യയാതി എന്ന തൻ്റെ അച്ഛന് യൗവനം കൊടുത്ത് അച്ഛനിൽ നിന്നും വാർദ്ധക്യം സ്വീകരിച്ച് പൂരു എന്ന മഹർഷി ഇവിടെ പെരുവനത്ത് വന്ന് ശിവനെ തപസ് ചെയ്യുകയുണ്ടായി. ശിവലിംഗം താഴ്ത്തു വയ്ക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ വന്നപ്പോൾ അത് ഒരു കൂവള വൃക്ഷത്തിൻ്റെ മുകളിൽ വയ്ക്കുകയുണ്ടായി. അത് പിന്നീട് അവിടുന്ന് ഇളക്കുവാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ ഇരുന്ന് ശിവനെ തപസ് ചെയ്തു. കാലാന്തരത്തിൽ അവിടം വരെ മാടം കെട്ടി അവിടെ ഒരു ശിവപ്രതിഷ്ഠ
ഇടുക്കി, അതാണ് പെരുമനത്തിലെ മാടത്തിലപ്പൻ എന്ന് പറയുന്ന ദേവൻ. അതിന് തൊട്ടു വടക്കു ഭാഗത്ത് രണ്ട് ശിലയോടു കൂടിയ രണ്ട് ശില ഒന്നിച്ച് ചേർന്നതായ ഒരു ലിംഗം ശിവലിംഗമായി സങ്കല്പിച്ച് ആരാധിച്ച് പോരുന്നു. അതാണ് ഇരട്ടയപ്പൻ. ഇരട്ടയപ്പനെ ആധാരമാക്കിയാണ് ഈ ഉത്സവം നടന്നു പോന്നിരുന്നത്. വളരെ കേമമായി ഉത്സവം ആരംഭിച്ച് കാലാന്തരത്തിൽ അത് 108 ദേവീദേവന്മാരെ അണിനിരത്തുന്നതായ ഒരു വലിയ ഉത്സവമായി രൂപാന്തരപ്പെട്ടു. ഏറെക്കുറെ കേരളത്തിൻ്റെ മുഴുവൻ പ്രാതിനിധ്യവും, പ്രത്യേകിച്ച് തൃശ്ശൂർ വിഭാഗത്തിൻ്റെ മുഴുവൻ തന്നെ പ്രാതിനിധ്യവും അർഹിക്കുന്ന ഒരു മഹോത്സവം ആയിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം 107 ദേവീദേവന്മാരെ എഴുന്നള്ളിച്ച് ഇരട്ടപ്പനടക്കം 108 ദേവീദേവന്മാരെ നടത്തിയിരുന്ന വിശാലമായ ആ പറമ്പിൽ, ആ ക്ഷേത്രപ്പറമ്പിൽ അണിനിരത്തി ഉത്സവം നടത്തിയിരുന്നു. കാലാന്തരത്തിൽ ഈ ഉത്സവത്തിന് വിഘ്നം സംഭവിച്ചു. ഇരട്ടപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കണമെങ്കിൽ സങ്കടക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അങ്ങനെ വന്നാൽ സങ്കടക്കാരുണ്ടെങ്കിൽ അത് തീർത്തേ ഇവിടെ കൊടി കയറൂ എന്നാണ് നിർബന്ധം. അതിനു വേണ്ടിയിട്ട് കൊടി കയറു മാത്രമല്ല, പൂരം ആരംഭിക്കുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ചടങ്ങ്, കൊടികയറ്റമോ മറ്റോ വ്യക്തമല്ല, ഒരു ചടങ്ങ് 1 മാസം മുന്നേ മീനമാസിലെ ഉത്രം കുംഭമാസിലെ ഉത്രം നാളിൽ തിരുവള്ളക്കാവ് ഈ ക്ഷേത്രത്തിൻ്റെ അധീനത്തിൽ എന്ന് തന്നെ പറയാവുന്ന സഹവർത്തിയായ ഒരു ക്ഷേത്രമായത് കാരണത്താൽ അവിടെ കൊടിയേറ്റം എന്നോ കൊടിമരം കുഴിച്ചിടൽ എന്നോ മറ്റെന്തോ ഇതുമായി ബന്ധപ്പെട്ട്, ഈ പൂരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചടങ്ങുകൾ അവിടെ നിറവേറ്റാറുണ്ടായിരുന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് സങ്കടക്കാര് ഉണ്ടെങ്കിൽ അവരുടെ സങ്കടം തീർക്കുവാൻ വേണ്ടി ഇത്രയും സമയം അനുവദിച്ചു കൊടുത്തിരുന്നിട്ടും അവിടെ സങ്കടക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു ബ്രാഹ്മണൻ ഓടി വന്ന് ക്ഷേത്രത്തിൽ തൂവിക്കൊണ്ടിരിക്കുന്നതായ തിരുമേനിയുടെ അടുക്കൽ വന്ന് തനിക്ക് സങ്കടമുണർത്തിക്കാനുണ്ടെന്നും തൻ്റെ മകൾ പുഷ്പിണിയായി എന്നും പറഞ്ഞു. അന്നത്തെ കാലത്ത് ബ്രാഹ്മണ സ്ത്രീകൾ പുഷ്പിണിയാകുന്നതിന് മുന്നേ തന്നെ വിവാഹം കഴിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അത് അസാൻമാർഗികമായിട്ടാണ് കണക്കാക്കുക. അത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ സങ്കടം ആ സമയത്ത് തീർക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള അവസ്ഥയിൽ തൂകിക്കൊണ്ടിരിക്കുന്ന തന്ത്രി ആ തൂവലും അവിടെ വെച്ച് നിർത്തി പാത്രം കമഴ്ത്തി വെച്ച് ആ ചടങ്ങുകൾ അവസാനിക്കുകയും അങ്ങനെ ഉത്സവം മുടങ്ങുകയും ഉണ്ടായെന്ന കഥയാണ് പറഞ്ഞു വരുന്നത്. അതിനുശേഷം എത്രയോ കൊല്ലം പൂരം മുടങ്ങിപ്പോയി. എത്രയാണെന്ന് ഒരു പിടിയും ആർക്കും പറയാൻ സാധിക്കത്തില്ല. 10, 50, 100, 200, 500 വരെ കൊല്ലം കണക്കാക്കുന്ന ബിരുദന്മാര് അവനവന്റെ വാക്ചാതുര്യമനുസരിച്ച് തട്ടിവിടുന്നുണ്ട്. എന്തായാലും പൂരം ഉത്സവം മുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷം നിരവധി കൊല്ലങ്ങൾക്ക് ശേഷം രാജ്യത്ത് വളരെ പ്രകൃതിനാശവും അരാജകത്വവും ദുർഘടങ്ങളും എല്ലാം സംഭവിച്ചതിൻ്റെ ഫലമായി വീണ്ടും
ഗ്രാമക്കാരും സഭക്കാരും എല്ലാവരും ഒത്തുചേർന്ന്, ദൈവവിശ്വാസികളും എല്ലാവരും ഒത്തുചേർന്ന് ഉത്സവം പുനരെടുക്കുവാൻ വേണ്ടി ഉത്സാഹിച്ചു. എന്നാൽ പെരുമനത്തുകാരും അവരുടെ പ്രതിനിധികളും പെരുമനത്ത് ഉത്സവം ഇനി ആവർത്തിക്കേണ്ടതില്ല എന്നും അതിൽ മറ്റ് വല്ല ഉത്സവമാക്കി മാറ്റിയാൽ മതി എന്നും പെരുമനം അതിൽ പങ്കെടുക്കുകയില്ല എന്നും ശഠിക്കുകയുണ്ടായത്രേ. ഏതായാലും അവിടെ വച്ച് പെരുമനം കഴിഞ്ഞാൽ പിന്നത്തെ ശിവൻ ഏറ്റവും പ്രധാനമായി മഹോത്സവത്തിനു വേണ്ടി ആചരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ആറാട്ടുപുഴയും മന്ദാരക്കടവും. അപ്പോ ആറാട്ടുപുഴ പൂരം യഥാർത്ഥത്തിൽ പെരുമനം ദേവന്റെ ആറാട്ട് വിളക്ക് നടത്തുന്നത് ആറാട്ടുപുഴ ആയിരുന്നു. അപ്പോൾ അതിനെ ആധാരമാക്കി പെരുമനം ഉത്സവത്തിന് പകരം പെരുമനം പൂരം എന്നാക്കി മാറ്റുകയും അത് ആചരിക്കുവാനും ആഘോഷിക്കുവാനും തീരുമാനിച്ചു. ആ സമയത്ത് പെരുമനം പൂരം എന്നാക്കുവാൻ ചിലർ ഉദ്ദേശിച്ചെങ്കിലും അതുപോലും പെരുമനത്തിന്റെ അവകാശികളോ ആൾക്കാരോ ആ വാക്കു വയ്ക്കുവാൻ പോലും ആഗ്രഹിച്ചില്ല, അതിന് താല്പര്യപ്പെട്ടില്ല. അത്രയ്ക്കും നിസ്സഹകരണമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത് എന്ന് വേണം കണക്കാക്കുവാൻ. കാരണം പെരുമനത്ത് പൂരത്തിന് മറ്റ് ഇന്ന് നടന്നു വരുന്ന പെരുമനം ദിവസം പോലും പെരുമനത്തുകാര് ആ ക്ഷേത്രവുമായിട്ടുള്ള ഒരു ബന്ധമോ ഒരു ആചാരമോ നടത്തി വരുന്നില്ല. അത് ഈ പൂരത്തിനോടുള്ള സഹകരണമായിട്ടോ നിസ്സഹകരണമായിട്ടോ നമുക്ക് എന്തു വേണമെങ്കിൽ ചിന്തിക്കാം. സെൻട്രൽ കമ്മിറ്റിയാണ് ഇന്ന് അവിടെ പെരുമനം വിളക്ക് പോലും വയ്ക്കുവാൻ വേണ്ടി ഉള്ള ചിലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരുമനത്ത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടക്കിലും വെച്ച് പൂരം നടത്തുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു ആനുകൂല്യവും ഇപ്പോൾ കാണുന്നില്ല. അതിന്റെ വ്യവസ്ഥിതിയോ അതിന്റെ സാഹചര്യമോ ഇന്നേവരെ ആരും പറഞ്ഞു കേട്ടിട്ടും ഇല്ല. ഈ പെരുമനത്തിൽ നിന്ന് പെരുമനം ഉത്സവം അവസാനിച്ചതിൽ നിന്നും ഉടലെടുത്തതാണ് ആറാട്ടുപുഴ പൂരം. ആറാട്ടുപുഴ പൂരത്തിൽ പണ്ടുകാലത്ത് ഏറെക്കുറെ അന്ന് പങ്കെടുത്തിരുന്ന 108 ദേവീദേവന്മാരും പങ്കെടുത്തിരുന്നു എന്നാണ് ഒരു വിഭാഗക്കാർ വിശ്വസിച്ചും പറഞ്ഞും പോരുന്നത്. പിന്നീട് അതിൽ നിന്ന് ദേവീദേവന്മാർ പൂരത്തിനുള്ള വരവ് പലരും പല കാരണത്താലും മുടങ്ങുകയും അങ്ങനെ പിന്നീട് 61 ദേവീദേവന്മാരായി കുറെ കാലം നിലനിന്നുവെന്നും അതിനുശേഷം 40 ദേവന്മാരായി 41 46 എന്നെല്ലാം പല വിധത്തിലും പറയുന്നുണ്ട് ദേവീദേവന്മാരായി ആറാട്ടുപുഴ പൂരം നിലനിന്നു എന്നും അതിനെയും പിന്തുടർന്നുകൊണ്ട് വീണ്ടും അത് പിളർപ്പിലേക്ക് മാറിക്കൊണ്ട് ഓരോരോ സാഹചര്യത്താൽ മാറിക്കൊണ്ട് ഇപ്പോൾ 24 ദേവീദേവന്മാർ മാത്രമായി പൂരം ഇന്നും തുടർന്നു വരികയാണ്. ഈ പൂരത്തിന്റെ ആരംഭത്തെ തുടർന്ന് വ്യക്തമായ ചില രേഖകൾ ഇന്ന് ലഭ്യമാണ്. പെരുവനം ഗ്രന്ഥവരിയിൽ തന്നെ അന്ന് എഴുതിച്ചേർത്ത ഒരു ശ്ലോകമാണ് ആയാതു ശിവലോകം എന്ന്. ആയാതു ശിവലോകം ന കലാവതി വിലോകനാൽ ചിന്തയാ സദ്ഭിരാരംഭി ദേവപൂര മഹോത്സവം എന്നീ പറയുന്ന ഈ ശ്ലോകം അക്ഷരത്തിലൂടെ അക്കങ്ങളെ നിരത്തിക്കൊണ്ടുള്ള കടവയാതി ശ്ലോക രൂപം ഉടലെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ പൂരത്തിന് ഇന്ന് 2014 പൂരം
1432